87.54 ആയിരുന്നു. +1 എനിക്ക് 512 മാർക്ക്. 10th ഫുൾ A+ ആയിരുന്നു. ഡിസ്ട്രാക്ഷൻ പലതവണയായിട്ട് ഉണ്ടാവലുണ്ട്. കുറേ സമയം അങ്ങനെ വെറുതെ പോയിട്ടുമുണ്ട്. എനിക്ക് പലതവണയായിട്ട് ടെൻഷനൊക്കെ വരലുണ്ട് പഠിക്കണതിൻ്റെ ഇടയ്ക്ക്. ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പലതവണ തോന്നിയിട്ടുമുണ്ട്. പിന്നെ ഈ പരീക്ഷ ആവാറായപ്പോൾ ലാസ്റ്റത്തെ ഒരു 2 months ആണ് ശരിക്കും ഞാൻ പഠിച്ചത്. അതുവരെ ക്ലാസ്സുകൾ ശരിക്കും ക്ലിയറായി കണ്ടിരുന്നു. അപ്പോൾ ഉള്ള സമയങ്ങളിൽ ശരിക്കും ഇരുന്ന് പഠിച്ചിരുന്നു ഞാൻ. അതേപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യലുണ്ട്. അങ്ങനെ ശരിക്കും പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ശരിക്കുള്ള ഒരു വ്യൂ എനിക്ക് എജുപോർട്ടിൽ നിന്നാണ് മനസ്സിലായത്. എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നൊക്കെ എജുപോർട്ട് കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആപ്പിലത്തെ മുഴുവൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിലും ലൈവുകളൊക്കെ വരുമ്പോൾ എന്തായാലും കാണും. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യലുണ്ട്. എല്ലാ വിഷയങ്ങളിലും ശരിക്കും കൺസെപ്റ്റ് മനസ്സിലാക്കി പോകണം, അത് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ തന്നെ. പിന്നെ മെയിനായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ചെയ്യേണ്ടത്. എല്ലാ പാഠങ്ങളിൽ നിന്നും നമ്മൾ ഒരു 100-200 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ശരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുക. പിന്നെ ഏത് ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വല്ലതും കിട്ടാതെ വരുമ്പോൾ ഞാൻ എജുപോർട്ടിലാണ് നോക്കുക, അല്ലെങ്കിൽ അതിലത്തെ സാർമാരെ വിളിച്ച് ചോദിക്കും. സോ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആവും. പിന്നെ എജുപോർട്ടിൻ്റെ ലൈവുകളുണ്ടാവും. ആ ലൈവുകളിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാവരും മെൻറ്റർ വെക്കുന്നത് നല്ലതാണ്. മെൻറ്റർ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ പഠനത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക. എപ്പോഴും പഠിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക, അത് എപ്പോഴും പോകാതെ തന്നെ നിൽക്കുന്നത്. മെൻറ്റർ നല്ല സപ്പോർട്ടായിരിക്കും. പിന്നെ എജുപോർട്ട് തന്നെ പല എക്സാമുകളും നടത്തലുണ്ട്. അതിൽ ആപ്പിൽ എക്സാമുകൾ നടത്തലുണ്ട്. പിന്നെ ഏതെങ്കിലും എക്സാം എനിക്ക് എഴുതാൻ പറ്റാത്ത വന്നാലും വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണമൊക്കെ ശരിക്കും ചോദിക്കാറുണ്ട്. എപ്പോഴൊക്കെയാണോ എൻ്റെ ശ്രദ്ധ മാറിപ്പോണേ അപ്പോഴൊക്കെ അവർ തന്നെയാണ് എന്നെ സഹായിച്ചത്. നിന്നെ കൊണ്ടിത് പറ്റും അങ്ങനെ. ഇവൻ 10th പഠിക്കുന്ന കാലത്ത് തുടങ്ങിയല്ലോ അങ്ങനെ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണേണ്ട ഒരു ഇതുകൾ വന്നിരുന്നു. എജുപോർട്ടിൻ്റെ കണ്ടപ്പോൾ അവൻ പറഞ്ഞിരുന്നു എന്നോട് നല്ല ക്ലാസ്സുകളൊക്കെയാണ് ഇത് കാണാനായിട്ട്. അയക്കുമ്പോൾ 10th ഒരു ട്യൂഷൻ സെൻറ്ററിൽ പ്രാവശ്യം ചേർത്തിരുന്നു. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആ ട്യൂഷൻ എടുക്കുന്നതും ഇതൊക്കെ കാണാപ്പാടം പഠിക്കലൊക്കെ അവന് തീരെ പറ്റാണ്ടായപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞത്. ഈ 2 വർഷത്തോളം നല്ല രീതിയിൽ തന്നെയാണ് ആ ആപ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അതിലത്തെ സ്കൂളിലത്തെ എടുക്കുമ്പോൾ കിട്ടാത്ത ടോപ്പിക്കുകളൊക്കെ എനിക്ക് ഇതിൽ നിന്ന് ശരിക്കും മനസ്സിലായിരുന്നു. എല്ലാ കൺസെപ്റ്റുകളും മനസ്സിലാകും. അതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസും ആപ്പിലുണ്ട്. ആ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവും എല്ലാ പാഠങ്ങളും. ഇപ്പോൾ ക്ലാസ്സിൽ പരീക്ഷകളൊക്കെ നടത്തുമ്പോൾ എനിക്ക് നല്ല മാർക്ക് കിട്ടലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സും എന്നോട് ചോദിച്ചിരുന്നു ഞാൻ വല്ല ട്യൂഷന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല ക്ലാസ്സുകൾ കാണുന്നുണ്ടോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് അവരുടെ അടുത്ത്, എജുപോർട്ടിൻ്റെ ക്ലാസ്സുകളെ പറ്റിയിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ശരിക്കും ഡീറ്റെയിൽ ആയി പറഞ്ഞപ്പോൾ അവർക്കും അത് ഇഷ്ടമായി. പിന്നെ അവരും യൂട്യൂബിലും ക്ലാസ്സുകൾ കണ്ടിരുന്നു ഇതിൻ്റെ എജുപോർട്ടിൻ്റെ. പിന്നെ അവർ പെയ്ഡ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇതിൽ ചേർന്നു എജുപോർട്ടിൽ. അവർക്കും നല്ല അഭിപ്രായം തന്നെ. അവർ ഇപ്പോഴും കാണുന്നുണ്ട്, അതിലത്തെ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. ഹെൽപ്ഫുള്ളാണ്, അത് തർക്കമില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു പരീക്ഷകളിൽ ഒരു നല്ല വിജയം നേടാനായിട്ട് സാധിക്കില്ല. ഒരാൾക്ക് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ടൊന്നും കഴിയില്ല. എനിക്ക് അറിയാം ബോധ്യമുണ്ട്.